റീസെൻ്റ്ലി മെഡ്സിറ്റിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേർക്കും വലിയ ഡൗട്ട്സുകൾ വന്നിട്ടുണ്ട്. അതായത് ഈ വീഡിയോ ആണ് അവർ കണ്ടിരിക്കുന്നത്. 18-ാം വയസ്സിൽ 18 ലക്ഷം സ്റ്റൈപ്പൻഡ്. അത് പോസിബിൾ ആണോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആർക്കാണ് കിട്ടുന്നത്, എങ്ങനെയൊക്കെ ഇത് കിട്ടും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. സോ അത് തന്നെ ഒത്തിരി പേർക്കും അത് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള കാര്യമാണ്. ഈ 18-ാം വയസ്സിൽ 18 ലക്ഷം അത് കിട്ടുമോ എന്നുള്ളത്. എന്താണ്, എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ഇത് കിട്ടുന്നത് ഓസ്ബിൽഡിംഗ് എന്ന് പറയുന്ന സ്റ്റുഡൻസിനാണ്. അതായത് ഓസ്ബിൽഡിംഗ് ഒരു വൊക്കേഷണൽ പ്രോഗ്രാമാണ് ജർമ്മനിയിലുള്ളത്. ആ പ്രോഗ്രാമിന് പോകുന്ന കുട്ടികൾക്കാണ് 18 ലക്ഷവും അതിന് മുകളിലേക്കും വരെ സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. ഈ ഓസ്ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് +2 കഴിഞ്ഞ ആർക്കും ഈ പ്രോഗ്രാമിന് പോകാം. കൂടുതലായിട്ടും കേരളത്തിൽ നിന്ന് തന്നെ പോകുന്നത് നഴ്സിംഗ് എന്നുള്ള കാറ്റഗറിയാണ്. ഓസ്ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏകദേശം 300-ൽ കൂടുതൽ ടൈപ്സ് ഓഫ് ഓസ്ബിൽഡിംഗ് അവൈലബിൾ ആണ്. പക്ഷേ അത് തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ ചുരുക്കമായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. നഴ്സിംഗ് പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ. ബിക്കോസ് നഴ്സിംഗ് ജോബ് ആണെങ്കിലും അവിടെ കിട്ടാനായിട്ട് ഒത്തിരി അവൈലബിൾ ഉള്ളതുകൊണ്ട് കുട്ടികൾ പോകുന്നതും ഈ ഒരു നഴ്സിംഗ് ജോബിനാണ്. P2 സർട്ടിഫിക്കറ്റും +2 ഉള്ളതും, അത് +2 ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ പോലും അവിടെ നഴ്സിംഗ് ചെയ്യാം. അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. സോ +2 കഴിഞ്ഞിട്ട് B2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാമിന് പോയി കഴിയുമ്പോൾ അവർ എംപ്ലോയറാണ്. ഈ ഒരു കോൺട്രാക്റ്റിൽ അവർ റിട്ടേൺ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് ഇത്ര 1500 യൂറോ ഒക്കെയാണ് ഒരു കുട്ടിക്ക് ഇനീഷ്യൽ ഫസ്റ്റ് ഇയർ തന്നെ സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. അത് തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും അത് കൂടി വരുന്നുണ്ട്. ഏകദേശം 100 യൂറോ പെർ ഇയർ അവർ കൂടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ഇയർ ചെന്ന് കഴിയുമ്പോൾ അവർ ബേസിക് ആയിട്ടുള്ള ജോലികൾ മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും കുട്ടികൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽ സെഷന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും അവർ അവിടെയും ഹോസ്പിറ്റലിൽ എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങും. പക്ഷേ നാട്ടിൽ പഠിക്കുമ്പോൾ അവർക്ക് 1 രൂപ പോലും സ്റ്റൈപ്പൻഡ് എംപ്ലോയർ കൊടുക്കുന്നില്ല. മറിച്ച് ഈ പ്രോഗ്രാം തന്നെ നമുക്ക് ജർമ്മനിയിൽ ചെല്ലുമ്പോൾ ജർമ്മനിയിൽ എംപ്ലോയർ തന്നെ ഇനീഷ്യലി ഈ കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് ആ കാൻഡിഡേറ്റിനെ അവിടെ തന്നെ അവർ പ്രാക്ടീസിന് വിളിക്കും. അവരുടെ നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അവിടെയായിരിക്കും അവർ യൂഷ്വലി ഒരു ട്രെയിനിങ്ങിന് വിളിക്കുന്നത്. അതുകൂടാതെയാണ് അവർ സ്കൂളിൽ പഠിക്കുകയും ചെയ്യും. അതിനോടൊപ്പമാണ് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ്. സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ പോലും, അതായത് ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ അവർ ഈ സ്റ്റൈപ്പൻഡ് കൊടുത്തിരിക്കും. ബിക്കോസ് ജർമ്മൻ എംപ്ലോയേഴ്സ് തന്നെ അത് കോൺട്രാക്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മാസം തൊട്ട് സ്റ്റൈപ്പൻഡ് അവർക്ക് കൊടുക്കും എന്നുള്ളത്. ഫസ്റ്റ് മന്ത് പഠിക്കുമ്പോഴാണെങ്കിൽ പോലും അവർ ആ സ്റ്റൈപ്പൻഡ് സ്റ്റാർട്ട് ചെയ്യും. 2 മാസത്തിനൊക്കെ ശേഷമായിരിക്കും ചിലപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോഴും ഇതേ എമൗണ്ട് അവർ കണ്ടിന്യൂ ചെയ്യും. സെക്കൻഡ് ഇയർ വരുമ്പോഴേക്കും അവരുടെ എക്സ്പീരിയൻസ് കൂടി കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സ്റ്റൈപ്പൻഡും അതുപോലെ തന്നെ കൂടുതലാണ്. തേർഡ് ഇയർ ആകുമ്പോഴേക്കും 3 ഇയർ പ്രോഗ്രാമാണ്. അപ്പോൾ തേർഡ് ഇയർ ആകുമ്പോഴേക്കും അതിലും കൂടുതലാണ്. 18 വയസ്സ് ആകുന്ന ഒരു കുട്ടിക്ക് ഏകദേശം സ്റ്റൈപ്പൻഡ് കിട്ടുന്നത് 1500 അതിന് മുകളിലോ ആണ് സ്റ്റൈപ്പൻഡ് വരുന്നത്. ഇത് തന്നെ ഓസ്ബിൽഡിംഗ് അനുസരിച്ചിട്ട് മാറാം. ചിലപ്പോൾ പ്ലാസ്റ്ററർ പോലെയുള്ള കോഴ്സിന് വരുമ്പോഴേക്കും ആ ഓസ്ബിൽഡിങ്ങിനുള്ള സ്റ്റൈപ്പൻഡ് കൂടുതലാണ്. സോ അത് 18 ലക്ഷത്തിന് മേളിലേക്ക് പോകും. ഓക്കെ, സോ അതിന് പോകുന്ന കുട്ടികൾ വളരെ കുറവാണ്. ബട്ട് ദർ ഈസ് പോസിബിലിറ്റി. ഇതേ പോസിബിലിറ്റി തന്നെ സിറ്റി വൈസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് അല്ലെ എംപ്ലോയർ വൈസ് ആയിട്ടും പിന്നെയും വേരിയേഷൻസ് വരാം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി എംപ്ലോയർ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈപ്പൻഡ് ഇതിലും കൂടുതൽ വരും. ഈ പിന്നീട് വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ചിലവ്. ഏകദേശം എത്രയാണ് ചിലവ് വരുന്നത് എന്നുള്ളതാണ്. സോ താമസത്തിനൊക്കെ വരുമ്പോഴേക്കും ഏകദേശം 350 തൊട്ട് 400 അല്ലെങ്കിൽ 500 ഒക്കെയാണ് യൂഷ്വലി ഒരു താമസത്തിൻ്റെയൊക്കെ ചിലവ് വരുന്നത്. പിന്നെ അവരുടെ ലിവിങ് എക്സ്പെൻസ് അത് നമുക്കൊരു 200 യൂറോസ് ഒക്കെ കൂട്ടിയിട്ട് പിന്നെ ഒരു 20% ഒക്കെയാണ്. അതും അവരുടെ സാലറി അനുസരിച്ചിട്ടാണ് ടാക്സ് പോകുന്നത്. ഏകദേശം ഒരു 700 അല്ലെങ്കിൽ 800 യൂറോ തന്നെ ഒരു കുട്ടിക്ക് ചിലവ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് എന്നാൽ പോലും ഏകദേശം 600 അതിന് മുകളിലേക്കോ അവർക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇതുപോലെ 600 യൂറോ ഏകദേശം 60 അല്ലെങ്കിൽ 70,000 രൂപയാണ് അവർ മന്ത്ലി തന്നെ അല്ലെങ്കിൽ ഒരു സേവിങ്സ് ആയിട്ട് അവർക്ക് വരുന്നത്. പലരും ഇപ്പോൾ കാൻഡിഡേറ്റ്സിനോട് ചോദിച്ചാൽ തന്നെ അറിയാം, അവരത് ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് അവർ സെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റൈപ്പൻഡ് എന്നുള്ളത്. അപ്പോൾ ഈ 18-ാം വയസ്സിൽ 18 ലക്ഷം കിട്ടുക എന്നുള്ളത് വലിയൊരു കിട്ടാത്തൊരു കാര്യമൊന്നുമല്ല.
+2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച ആർക്കും, അതായത് ജർമ്മൻ B2 ലെവൽ, ഏറ്റവും ലോവർ വരുന്നത് A1 ആണ്, അതിന് മുകളിൽ A2, പിന്നീടാണ് B1 ആൻഡ് B2 ലെവൽ, അതായത് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് എല്ലാത്തിനും തന്നെ B2 ക്ലിയർ ചെയ്യുവാണെങ്കിലാണ് മോസ്റ്റ്ലി നഴ്സിങ്ങിന് എടുക്കുന്നത്. അത് കൂടാതെ നമുക്ക് വരുന്നത് വേറെ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു കടമ മാത്രമാണ്. ഉറപ്പായിട്ടും ഈ ഒരു 18 ലക്ഷം ഏത് കുട്ടിക്കും പറ്റും. ഏത് കുട്ടിക്കും എന്നുള്ളത് ഇപ്പോൾ +2 കഴിഞ്ഞ് ഇനി ഡിഗ്രി കഴിഞ്ഞു, കുറച്ച് എക്സ്പീരിയൻസിനൊക്കെ പോയിട്ടാണ് നോക്കുന്നത്. അപ്പോഴാണെങ്കിൽ പോലും പല ഹോസ്പിറ്റലിൽ നിന്നും അതും ആപ്ലിക്കബിൾ ആണ്, അവർക്ക് എടുക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ 18 ലക്ഷം ഏൺ ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അത് നടക്കുന്നതുമാണ്. You dream it, we make it. MedCity Study Abroad.